ടോപ്പ് ലൈറ്റ് ഗ്ലാഡിയേറ്ററിൻ്റെ ടോപ്പ് ലൈറ്റ് നമ്മുടെ സ്പ്ലെൻഡറിൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. വണ്ടിയുടെ ഹാൻഡിൽ ഒരു 1.5 ഇഞ്ച് ഹൈറ്റ് ഒന്നുകൂടെ കൂടും. ടീ സ്റ്റാമ്പ് ഒരിക്കലും സ്പ്ലെൻഡറിൻ്റെ ടീ സ്റ്റാമ്പിലോട്ട് ഡയറക്റ്റ് സ്യൂട്ട് അല്ല. യമഹ RX100ൻ്റെ ടീ സ്റ്റാമ്പ് താഴെ ഈ 2 എലങ്കി ഉണ്ടല്ലേ വരുന്ന ആ 2 എലങ്കിയാണ് നമ്മുടെ RX-ൻ്റെ ടീ സ്റ്റാമ്പ് ആയതുകൊണ്ടോ ഇവിടെ 2 എലങ്കി ഇടാൻ പറ്റുന്നത്. സോ ഹേ ഗൈസ്, വെൽക്കം ടു ശിവ. യു ആർ വാച്ചിങ് TV മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. ഇതോടുകൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എങ്ങനത്തെ ഈ ഒരു ടോപ്പ് ലൈറ്റ് ഗ്ലാഡിയേറ്ററിൻ്റെ ടോപ്പ് ലൈറ്റ് നമ്മുടെ സ്പ്ലെൻഡറിൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ സ്പ്ലെൻഡർ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കാണും. നമ്മുടെ വീട്ടിലിരിക്കുന്നതെല്ലാം അത് കണ്ടല്ലോ. നൈസായിട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ വന്നിട്ട് നമ്മുടെ സ്പ്ലെൻഡർ കിറ്റിൻ്റെ ഡിസൈനാണ്. പക്ഷേ അവൻ്റെ വണ്ടിയല്ല, ഇത് വേറെ വണ്ടിയാണ്. സോ അതെങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ. സോ ഇത് വെക്കുമ്പം ഒത്തിരി പേര് ചോദിച്ചു, ഇത് വെക്കുമ്പോഴത്തേക്കും നമ്മൾ എന്നാ പറയണ്ടേ, ഹെഡ്ലൈറ്റ് എങ്ങനെ വെക്കും, നമ്മുടെ ടീ സ്റ്റാമ്പിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ലെയ്ത്ത് വർക്ക് ഉണ്ടോ, ഇതിനൊത്ത് ഒത്തിരി ലെയ്ത്ത് വർക്ക്സും ഉണ്ട്. കുറേ പരിപാടിയുണ്ട് സെറ്റ് ചെയ്യാനായിട്ട്. നല്ല കൺഫ്യൂഷൻ ആവുന്ന പരിപാടിയാണ്. സോ ഞാൻ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു നോക്കാം. നമ്മൾ കുറേയൊക്കെ പരിപാടി തീർത്ത് വെച്ചേക്കുവാണ്. സോ നമുക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പം ഇതെന്ന് പറയുന്നത് യമഹ ഗ്ലാഡിയേറ്ററിൽ വരുന്ന ടോപ്പ് ലൈറ്റ്, ഒരു അലുമിനിയം എന്ന പീസാണ്. അത് വെക്കുന്നതുകൊണ്ട് ഉപകാരം എന്ന് പറയുന്നത് വണ്ടിയുടെ ഹാൻഡിൽ ഒരു 1.5 ഇഞ്ച് ഹൈറ്റ് ഒന്നുകൂടെ കൂടും. നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പ്ലെൻഡറിലാണ്. അപ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടീ സ്റ്റാമ്പിലുള്ള മോഡിഫിക്കേഷനാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലാഡിയേറ്ററിൻ്റെ ടോപ്പ് ലൈറ്റ് വന്ന് ടീ സ്റ്റാമ്പ് ഒരിക്കലും സ്പ്ലെൻഡറിൻ്റെ ടീ സ്റ്റാമ്പിലോട്ട് ഡയറക്റ്റ് സ്യൂട്ട് അല്ല. അപ്പം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഒന്ന് യമഹ RX100ൻ്റെയോ ഇല്ല ഗ്ലാഡിയേറ്ററിൻ്റെയോ ടീ സ്റ്റാമ്പ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വേണ്ട 2 കാര്യത്തിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ടോപ്പ് ലൈറ്റും പിന്നെ RX100ൻ്റെയോ ഗ്ലാഡിയേറ്ററിൻ്റെയോ ടീ സ്റ്റാമ്പ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടീ സ്റ്റാമ്പിൽ നിന്ന് നമ്മൾ ഈ ഒരു ഏരിയ ഇളക്കിയെടുക്കും. നമ്മുടെ എന്നാ പറയണ്ടേ, ഗ്ലാഡിയേറ്ററിൻ്റെയോ യമഹയുടെ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന യമഹയുടെയാണ്. അപ്പോൾ യമഹ വെച്ചിട്ട് ഞാൻ പറയുന്നത് യമഹ RX100ൻ്റെ ടീ സ്റ്റാമ്പിൽ നിന്ന് നമ്മൾ ഈ ഒരു താഴത്തെ ബേസ് ഏരിയ ഇളക്കിയെടുത്തിട്ട് ഈ സെൻറ്ററിൽ വരുന്ന റാഡ് വന്നിട്ട് നമ്മൾ സ്പ്ലെൻഡറിൻ്റെ റാഡ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിലോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടല്ലോ, ഇത് വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. നീറ്റായിട്ട് നമ്മൾ അത് ചുമ്മാ വെൽഡ് ചെയ്താൽ പോരാ, ലെയ്ത്തിൽ വെച്ച് കറക്കി നോക്കി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ വെൽഡ് ചെയ്യാവുള്ളൂ. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ ഉള്ളതെല്ലാം ഡൗട്ടാണ് ഇവിടുത്തെ സെൻട്രൽ ബോൾട്ടിൻ്റെ കേസ്. ഞാൻ പലരും പല രീതിയാണ്. ചിലവിടെ നമ്മുടെ ഒരു ബോൾട്ട് വെച്ച് ടിഗ് വെൽഡ് ചെയ്യും. പക്ഷേ അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ടിഗ് വെൽഡ് ആയതുകൊണ്ട് ഒരു നല്ല ഇടിപ്പ് കിട്ടുമ്പോൾ പൊളിഞ്ഞ് വരുന്നത്. ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു FC-യുടെ ബാക്ക് വീൽ ആക്സിൽ മേടിച്ച് ഇവിടുന്ന് മൊത്തത്തിൽ ചേർത്തിട്ട് അടിയിനട്ടിട്ട് ലോക്ക് ചെയ്യാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് ഞാൻ ഇട്ട ശേഷം കാണിച്ചു തരാം. ചിലപ്പോൾ എല്ലാവർക്കും പറയാൻ മനസ്സിലായെന്ന് വരത്തില്ല. സോ നമുക്കിനിയും അടുത്തിനി ടോപ്പ് ലൈറ്റ് ജസ്റ്റ് കയറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഗൈസ്, പിന്നെ നമുക്ക് കൊണ്ടുവരേണ്ട വേറെ വ്യത്യാസമാണ്. ഇത് ആക്ച്വലി സ്പ്ലെൻഡറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റേയിൽ ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി എക്സ്റ്റൻഷൻ വന്നിട്ട് അതിൽ ഹോളായിരിക്കും ടോപ്പ് ലൈറ്റ് വെച്ച് മുറുക്കാനും. താഴെ കണ്ടല്ലോ അങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ അതിനകത്ത് ഇപ്പോൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ ഇതുപോലെ പട്ട വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ആംഗിൾ പ്ലേറ്റ് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. ഒരു 20-30 വില വരുന്നുള്ളൂ. അത് വെച്ച് വെൽഡ് ചെയ്ത ശേഷം 2 ഹോള് കറക്റ്റ് നമ്മുടെ RX-ൻ്റെ ടീ സ്റ്റാമ്പ് വരുന്ന ആ 2 ഹോള് ഞാൻ കൈവച്ച് തൊട്ട് കാണിച്ചു തരാം. ഈ ഒരു ഹോള് കണ്ടോ, ഇവിടെ വരാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഈ മണ്ടയ്ക്കകത്ത് 2 ക്ലാംപ്സ് ഇതിനെ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് ലൈറ്റിൻ്റെ അടിവശത്ത് ഈ ഒരു ഏരിയയിൽ ലോക്കായി നിൽക്കാനായിട്ടാണ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഏരിയക്കകത്തോട്ട് ലോക്കായി നിൽക്കാനാണ്. സോ അങ്ങനെ കുറച്ച് പരിപാടിയാണ് അതിൻ്റെ. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ ചിലപ്പോൾ മനസ്സിലാവണം നിർബന്ധമില്ല. ഞാൻ മുഴുവൻ അവിടെ സെറ്റ് ചെയ്ത് കയറ്റി വെച്ച ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇവിടെയൊക്കെ ചെയ്തേക്കുന്നുള്ളത്. അപ്പോൾ ടോപ്പ് ലൈറ്റ് കയറ്റി വെക്കുവാണ്. ഇപ്പോൾ RX-ൻ്റെ ടീ സ്റ്റാമ്പ് ആയതുകൊണ്ട് തന്നെ ടോപ്പ് ലൈറ്റ് ഡയറക്റ്റായിട്ട് കയറി പോവും. പിന്നെ നമ്മൾ 2 ഹൈറ്റ് നെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഇതിൻ്റെ പൾസർ 150യുടെ ഹൈറ്റ് നെറ്റാണ് ചെയ്തേക്കെന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അതെ നമ്മുടെ ടോപ്പ് ലൈറ്റ് കയറിയിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും കറക്റ്റ് നമ്മൾ താഴെ ആക്സിൽ ഇട്ട് ലെവലിൽ. പിന്നെ ഒരേ സ്റ്റമ്പാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ട. സംഭവം രണ്ട് സ്റ്റമ്പ് യൂസ് ചെയ്താലും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇത് വന്നിട്ട് നമ്മൾ ഈ വണ്ടി ഡ്യുവൽ ഡിസ്ക്കാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വേറെ ആയിട്ട് കിടപ്പുണ്ട്. അടുത്തുള്ള ജസ്റ്റ് അടുത്ത് കയറി നോക്കിയാൽ മതി. അപ്പം നോക്കണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് RX100ൻ്റെ താഴത്തെ ടീ സ്റ്റമ്പിൻ്റെ പോർഷൻ, സെൻറ്ററിലെ റാഡ് വന്ന് സ്പ്ലെൻഡറിൻ്റെ ടോപ്പിൽ യൂസ് ചെയ്തേക്കുന്ന വന്ന് യമഹ ഗ്ലാഡിയേറ്ററിൻ്റെ ടോപ്പ് ലൈറ്റ് കേട്ടല്ലോ. ഇനി അടുത്തെന്ന് പറഞ്ഞതിൻ്റെ ഹെഡ്ലൈറ്റ് സ്റ്റേ നമ്മുടെ എന്നാ പറയുക സ്വിച്ച് സെറ്റ് കീ സെറ്റ് കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ആ സ്റ്റേ വെച്ച് മുറുക്കുന്ന കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ മേളത്തെ ലോക്ക് വന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ലോക്ക് ആയിട്ടുണ്ട്. താഴെ ഈ 2 എലങ്കി ഉണ്ടല്ലേ വരുന്ന ആ 2 എലങ്കിയാണ് നമ്മുടെ RX-ൻ്റെ ടീ സ്റ്റാമ്പ് ആയതുകൊണ്ടോ ഇവിടെ 2 എലങ്കി ഇടാൻ പറ്റുന്നത്. നമ്മുടെ ഗ്ലാഡിയേറ്റർ ആണ് ഇവിടെ വരത്തില്ല. സോ അത് ഇച്ചിരി റിസ്ക് ആണ്. അതിനും ബെറ്റർ എപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ചെയ്യുമ്പോഴത്തേക്കും RX-ൻ്റെ ടീ സ്റ്റാമ്പ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്കിത് മൊത്തം മുറുക്കിയിട്ട് ഇതിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ ഇതിനകത്തിന് മീറ്ററിൻ്റെ സംഭവങ്ങൾ വരേണ്ടതുണ്ട്. അതെല്ലാം നോക്കിയിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം.
സോ സ്റ്റോപ്പ് ലൈറ്റ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ സ്വിച്ച് സെറ്റ് വെക്കുക എന്ന് പറയുന്നത്. സ്വിച്ച് സെറ്റ് നമ്മൾ സാധാരണ ഗ്ലാഡിയേറ്ററിൻ്റെ വരുന്നതാണ് അവിടെ തന്നെ വരത്തുള്ളൂ. ഈ സ്പേസ് വരും, അതാരും മൈൻഡ് ചെയ്യേണ്ട. ആക്ച്വലി ഇത് ഡയറക്റ്റ് സൂട്ട് തന്നെയാണ്. ഇത് കണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഇവിടെ രണ്ട് അല്ലെങ്കിൽ ഇട്ട് മുറുക്കിയിട്ടുണ്ട്. സാധാരണ അടി വെക്കുന്ന മുറുക്കിയിട്ടേ ഉള്ളൂ. വേറെ നമ്മൾ ഈ ടോപ്പ് ലൈറ്റിൽ വേറെ ഓൾട്രേഷൻസ് ഒന്നും നടത്തേണ്ട വന്നില്ല. ഇനി നമുക്ക് നേരെ ഇനി അതിലോട്ട് കയറ്റി വെക്കാം, ടോപ്പ് ലൈറ്റ് കയറ്റി വെക്കാം നമുക്ക്. സോ ഗൈസ് കീ സെറ്റ് കയറി നമ്മുടെ ഹെഡിൻ്റെ സ്റ്റേ കയറട്ടെ. ഇനി നമ്മൾ എടുത്ത് വെക്കാൻ പോകുന്നത് നമ്മുടെ ഹെഡിൻ്റെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കവർ വെച്ചു. ഇനി നമ്മുടെ മീറ്ററിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മീറ്ററിൻ്റെ ഒരു സെൻറ്റർ ഏരിയ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം കറക്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് സൂട്ടായിരിക്കാണ്ട്. ഇനി മീറ്ററോടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ള സംഭവം കാണിച്ചു തരാം. സോ ഗൈസ് അപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ മീറ്റർ വെച്ചു, നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു കവർ വെച്ചു, ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റേ വെച്ചു, എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ ഇനിയുള്ളത്. നമ്മൾ ഹെഡിൻ്റെ ഏരിയ മൊത്തം വെച്ചു കേട്ടോ. അപ്പം സംഭവം ആദ്യം ഒരു പറയുന്നത് ഗ്ലാഡിയേറ്ററിൻ്റെ ടോപ്പ് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. കസ്റ്റമായിട്ട് നമ്മൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റേ നമ്മൾ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. കണ്ടിട്ടില്ലാതെ ഒന്നുകൂടെ വീഡിയോ എടുത്ത് നോക്കുക. അതെ, നമ്മൾ സ്വിച്ച് കീ സെറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പക്കയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സെറ്റ് കറക്റ്റായിട്ട് നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പോൾ സംഭവം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഹെഡൂടെ കയറ്റി വെച്ചിട്ട് ഞാൻ കാണിച്ചു, മാസ്കോടെ കയറ്റി വെച്ചിട്ട് ബാക്കി ഫുൾ സെക്ഷൻ സെറ്റ് ചെയ്ത് ഹാൻഡിൽ നമ്മുടെ സാധാരണ ഹാൻഡിൽ കയറ്റുന്ന പോലെ കയറ്റിയാൽ മതി. അതുകൂടെ കയറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് അത് സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെ ഗ്ലാഡിയേറ്ററിൻ്റെ ടോപ്പ് ലൈറ്റ് നമ്മുടെ സ്പ്ലെൻഡറിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംഭവം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നീറ്റായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുതൽ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ഇത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നതെന്ന് വന്നിട്ട് സ്പ്ലെൻഡറിൽ നമ്മൾ ഗ്ലാഡിയേറ്ററിൻ്റെ ടോപ്പ് ലൈറ്റ് വെച്ചേക്കുന്നതാണ്. ആൻഡ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ടീ സ്റ്റമ്പ് വന്ന് ടീ സ്റ്റമ്പിൻ്റെ താഴത്തെ പോർഷൻ RX 100ൻ്റെയും സെൻട്രൽ പോർഷൻ സ്പ്ലെൻഡറിൻ്റെ എടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ടോപ്പിലത്തെ പോർഷൻ വന്ന് സാധാരണ നമ്മുടെ ഗ്ലാഡിയേറ്ററിന് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഹാൻഡിൽ അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സാധാരണ ഫ്രണ്ടിൽ തീരക്കാരിൽ ഏകദേശം രണ്ട് റേഞ്ച് ഓടിയിട്ടുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതല്ല, വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. സോ ഗൈസ് കണ്ടല്ലോ, അപ്പോൾ നമ്മളിത് ഓടിക്കുമ്പോൾ ഒരു സീനും ഇല്ല, അല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിക്ക് കംഫർട്ട് വരുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാര്യത്തിൽ കമൻറ്റ് ചെയ്യുക. ഇതിനെപ്പറ്റി വല്ല ഡൗട്ടോ ചെയ്യാനാണെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ എന്നാ പറയേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കാണും, കോൺടാക്ട് ഡീറ്റെയിൽസ് കാണും. സോ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് എന്നാ പറയണ്ടേ, ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വെൽസ് വിശ്വാസാനിങ് ഫ്രം TVM ഓട്ടോ.